ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ സൈബർ ഇടങ്ങളിൽ നമ്മൾ ഇടുന്ന കമൻറ്റുകളോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. സൈബർ ബുള്ളിയിങ് എന്ന് പറയും. ധൈര്യപൂർവ്വം എന്ത് നിസ്സാരമായ പോസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ താഴെ വന്ന് വളരെ മോശമായ ഭാഷയിൽ മറുപടി പറയുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അത് പേഴ്സണലി അറിയുന്നവരെയും അല്ലെങ്കിൽ പേരുകൊണ്ട് സെലിബ്രിറ്റീസായി നിൽക്കുന്നവരെ പേഴ്സണലി അറിയാം എന്നുള്ള നിലയിൽ കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഇത് എത്രത്തോളം ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ വേദനിപ്പിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ ഈ മനുഷ്യർ വന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ വേദനയെക്കാട്ടിലും കൂടുതൽ ഇത് കമൻറ്റ് ചെയ്യുന്നവരുടെ അനോണിമിറ്റി, അതായത് അവരാരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പരസ്യമായി അവർക്ക് എൻ്റെ പേര് പുറത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് ഇടപഴകാൻ പറ്റാത്ത രീതിയിൽ അവർ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന അവരുടെ സ്വഭാവമാണ് ഈ പറയുന്ന കമൻസായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ പോസ്റ്റ് ഇടുന്ന വ്യക്തി വളരെ ഒരു നല്ല ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിനോ ഒക്കെ വേണ്ടി പോസ്റ്റ് ഇട്ടവരായിരിക്കാം. ചില യൂട്യൂബേഴ്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽ അവർ നടത്തുന്നു, അവരുടെ അഭിപ്രായം അവർ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന യൂട്യൂബ് നടത്തുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെ ഓണേഴ്സ് തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ മുന്നോട്ട് വരുംതോറും അല്ലെങ്കിൽ നമ്മളിടുന്ന കണ്ടൻറ്റുകളെക്കുറിച്ച് ബോധമുള്ളവർ അല്ലെങ്കിൽ അവബോധമുള്ളവർ മാത്രമായിരിക്കണം നമുക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്നില്ല. നമ്മൾ വളരെ കൃത്യമായി ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് അവിടെ ആ പോസ്റ്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. അതിൻ്റെ താഴെ വന്ന് ഒരാൾ കമൻറ്റ് ചെയ്താൽ ഇവരാരാ നമ്മളെ കമൻ്റ് അടിക്കാൻ അല്ലെങ്കിൽ ഇവരാരാ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടതോ അല്ലെങ്കിൽ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതോ എന്നുണ്ടെങ്കിൽ ഇതിനെ വേറൊരാൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ടുന്ന കമൻസ് നെഗ്ലക്റ്റ് ചെയ്യുക എന്നുദ്ദേശിച്ചാൽ അത് പേഴ്സണലൈസ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ, നമ്മളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, വളരെ പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് പലരുടെയും ഫോട്ടോസും ഒക്കെ വെച്ച് പലരും യൂട്യൂബ് ചാനലിൻ്റെ തംബ്നെയിലാക്കിക്കൊണ്ട് അവനവൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാറുണ്ട്. അതും ഒരു സൈബർ ബുള്ളിയിങ് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേദനിപ്പിച്ചു എന്ന് തോന്നുന്ന ഒരു സ്ഥലം വരുമ്പോൾ തീർച്ചയായിട്ടും റിയാക്റ്റ് ചെയ്യണം. അവിടെ റിയാക്റ്റ് ചെയ്യേണ്ടത് ഇതിന് താഴെ പോയി ബദൽ കമൻ്റ് ഇട്ടിട്ട് അവിടെ നമ്മൾ അനോണിമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് വീണ്ടും മോശം കാര്യങ്ങൾ പറയിക്കുക എന്നുള്ളതല്ല, അവിടെ ലീഗലായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോട്ടോസ് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരാൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സൈബർ കുറ്റമാണ്. സൈബർ ബുള്ളിയിങ് ഒരു സൈബർ കുറ്റമാണ്. ഇവിടെ നമ്മളുടെ സൈബർ സെൽ ഉയർന്ന് പ്രവർത്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. നിങ്ങൾ പോസ്റ്റ് ഇടാൻ പോയിട്ടല്ലേ കമൻറ്റ് കേട്ടത് എന്നുള്ള നിലയിൽ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ച് ഈ പറയുന്ന വിക്ടിമിനോട് പറയാനുള്ള അധികാരമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മളുടെ ഫോട്ടോസോ നമ്മളുടെ അഭിപ്രായങ്ങളോ പബ്ലിക് മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ. അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ലാത്തതാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ താഴെ വന്ന് മോശമായ കമൻ്റ് ഇടുന്ന വ്യക്തികൾക്കെതിരെ ലീഗലി മൂവ് ചെയ്യാനും ഉള്ള അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണം എന്ന് തോന്നുന്ന സ്ഥലത്ത് കൃത്യമായ സൈബർ ലോസ് യൂസ് ചെയ്തുകൊണ്ട് നിയമപരമായി പോരാടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അവിടെ നമ്മളുടെ സൈബർ പോലീസും അല്ലെങ്കിൽ സൈബർ വിങ്ങും ഉയർന്നു പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമുണ്ട്.